ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോറസ്റ്റ് കെയറിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ഇതാണ്, ഏതാണ് നല്ലൊരു പെർഫ്യൂം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പെർഫ്യൂംസാണ് ഞാൻ മെയിൻലി റെക്കമെൻഡ് ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റു സെർച്ചിങ് ഹിസ്റ്ററിയിൽ നിന്നും കിട്ടുന്ന ഡാറ്റാസും വച്ചിട്ടുള്ള അനാലിസിസും എൻ്റെ ഫ്രണ്ട്സ് ചെയ്യുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളെല്ലാം വച്ചിട്ടാണ് ഞാൻ അത്തരത്തിലൊരു സജഷൻസും മറ്റു കാര്യങ്ങളും പറയാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ല പെർഫ്യൂം, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പെർഫ്യൂം തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കുന്നത്, അതിനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്തായാലും അതിന് നമുക്കൊന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ടത് ഒരു പുതിയൊരു ഫേംസ് ഒക്കെ വരുമ്പോൾ അവർ ഒത്തിരി ഒത്തിരി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അപ്പോൾ നമ്മൾ അത് തന്നെ ചെയ്യുക, ഓടിച്ചാടിയൊന്നും ഓഫറിലൊന്നും വീഴാതെ അവരുടെ ഹിസ്റ്ററി നോക്കാം. അത് ഏത് കാലഘട്ടത്തിൽ തുടങ്ങി, അതിൻ്റെ സിഇഒസ് ആരൊക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു പേ ഔട്ട് കൊടുത്തു തുടങ്ങിയോ, നമ്മുടെ സുഹൃത്ത് വലയത്തിൽ ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് പേ ഔട്ട് റിജക്ഷൻ ഉണ്ടായോ, അതുപോലെ തന്നെ ഒന്ന് റെഡിറ്റ് അങ്ങനെയുള്ള എല്ലാ ഇതിലും ഒന്നൊക്കെ സെർച്ചൊക്കെ ചെയ്ത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത്, അതുപോലെ തന്നെ ഓരോ കമൻസും ഇപ്പോൾ ഫേസ്ബുക്കിൽ അവർ ആഡ് ഉണ്ടാവും, ആ ആഡിൻ്റെ ഒക്കെ താഴെ വരുന്ന കമൻസും കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ ജസ്റ്റ് ഒന്ന് പുതിയ ഫേംസൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രമിക്കാം. ആദ്യം തന്നെ പറയാം, പുതിയ ഫേംസിലേക്കൊന്നും ആരും ഫസ്റ്റ് ഒന്നും ചെന്ന് പെടരുത്. അതിപ്പോൾ തുടക്കം എന്നുള്ള നിലയിൽ അവർ പേ ഔട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് ടൈമൊക്കെ എടുക്കും. തുടക്കത്തിൽ അവർ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫറൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ആരും ഫസ്റ്റ് ഒന്നും ചെന്ന് ചാടാതെ, നല്ല ഫേംസൊക്കെ ഒത്തിരി അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ. നമുക്ക് ഏറ്റവും ആത്യന്തികമായിട്ട് വേണ്ടത് പേ ഔട്ട് കിട്ടുക എന്നുള്ളതാണ്. പേ ഔട്ട് റിജക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ആ റിജക്ഷൻസ് എന്തൊക്കെ, ഹിഡൻ ഐഡൻറ്റിറ്റിയുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നത്. അതുപോലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു ക്രൈറ്റീരിയ എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് തന്നെ നമുക്ക് ചെയ്യേണ്ടത്, ഒരു ഫേമിനെ കുറിച്ച് അറിഞ്ഞാൽ ആദ്യം തന്നെ ഫസ്റ്റ് ചെയ്യേണ്ടത് ട്രസ്റ്റ് പൈലറ്റിൽ എടുക്കുക. ട്രസ്റ്റ് പൈലറ്റ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ട്രസ്റ്റ് പൈലറ്റിൽ അവർ റിവ്യൂസ് എങ്ങനെയാണ്, അതിനുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം കുറേ പേര് എന്നോട് ചോദിക്കുന്ന ഒരു ഫണ്ടിങ് ഫേമിൻ്റെ പേര് ഈഡൻ ഫണ്ടിങ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. പക്ഷേ കേരളത്തിലുള്ള ഒട്ടുമിക്ക പേരും ഇത് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. HFT ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ആദ്യമേ തന്നെ അത് പറയാം, HFT ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം സോഫ്റ്റ്വെയർസ് വെച്ച് AIs ഒക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നത് പ്രോഫിറ്റ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചലഞ്ചസ് ഒക്കെ ഫെയിൽ ആവുന്നവർ വളരെ കുറവായിരിക്കും. എല്ലാവരും സോഫ്റ്റ്വെയർസും ഇതെല്ലാം വെച്ചിട്ട് പാസിങ് ആയെടുക്കും, പ്രോഫിറ്റ് എടുക്കും. അങ്ങനെ വരുമ്പോൾ ഫേമിന് നിലനിൽപ്പ് തന്നെ ഇല്ലാണ്ടായി പോകും. ഇവരെല്ലാവരും ആത്യന്തികമായിട്ടുള്ളൊരു വിജയം എന്ന് തന്നെ പറയുന്നത് നമ്മൾ പരാജയപ്പെടുന്നതാണ്. ഇപ്പോൾ ഞാൻ റെഫർ ചെയ്തേക്കുന്ന ഏകദേശം 44ഓളം പേര് ഫണ്ടിങ് പിപ്സിലും ഫയേഴ്സിലും ഒക്കെ ആയിട്ട് ഏകദേശം 100-100ഓളം പേരുണ്ട്. ഈ 100ഓളം പേര് ആകെ 2-3 പേര് മാത്രമാണ് പേ ഔട്ടിലേക്ക് വന്നിട്ടുള്ളത്. അതിൽ 4-5 പേര് മാത്രമാണ് ഫസ്റ്റ് ഫേസ് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ചിലർക്ക് ലൈവ് അക്കൗണ്ട് കിട്ടിയിട്ട് പേ ഔട്ട് കിട്ടാത്ത 3-4 പേര്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു വളരെ ചുരുങ്ങിയ ഒരു 5 പേരിലേക്ക്, ഒരു 100 പേരെടുത്ത് 5 പേരിലേക്ക് വളരെ ചുരുങ്ങാണ്. അങ്ങനെ വരുമ്പോൾ ഈ കമ്പനികളുടെയൊക്കെ ലാഭം എന്ന് പറയുന്നത് വളരെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ മൈൻഡിൽ വയ്ക്കാം. ഇവരുടെ ലാഭം നമ്മൾ ഇതുപോലെ ചലഞ്ചസ് എടുക്കുന്നതാണ് ഇവരുടെ എല്ലാം ലാഭം. അല്ലാതെ ഒരു കമ്പനിയും ചലഞ്ചസ് എടുക്കാതെ അവർക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് വെച്ചിട്ടും പേ ഔട്ട് കൊടുക്കാൻ പോകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി HFT ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയിൽ നിന്ന് മാറിക്കുക. HFT ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ തുടക്കം ചെയ്യുന്ന പരിപാടി ഓഫറായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ചെയ്യുന്നത് AI പോലത്തുള്ള സോഫ്റ്റ്വെയർസും ടൂൾസും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. HFT വെച്ചിട്ട് പാസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. HFT ഒക്കെ മില്ലി സെക്കൻഡ്സിൽ വെച്ചുള്ള ട്രേഡിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഈ സോഫ്റ്റ്വെയർസൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തുടക്കത്തിൽ കുറച്ച് പേ ഔട്ട് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കമ്പനി തന്നെ ഇല്ലാത്ത രീതിയിലേക്ക് വരും. അപ്പോൾ ആ ഒരു ഈഡൻ കമ്പനി തന്നെ നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈഡൻ എന്ന് നമ്മൾ സെർച്ച് ചെയ്യാം. ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കമ്പനിയുടെ 8 പേരാണ് റിവ്യൂ ചെയ്തിട്ടുള്ളത്. അതിൽ 5 സ്റ്റാർ കൊടുത്തേക്കുന്നത് 75% ഒക്കെ അറിയാം. ട്രസ്റ്റ് പൈലറ്റിൽ പോലും പെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്, അതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് പറയാം. വെരി ഗുഡ് പെർഫ്യൂം വിത്ത് ഗുഡ് റൂൾസ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ആകെ ഒരു 1 സ്റ്റാർ വന്നേക്കുന്നത് ആകെ 8 പേരാണ്ടുള്ളൂ. സ്കാം പ്രോഫിറ്റ് ടു അവോയ്ഡ് എന്ന് പറഞ്ഞിട്ട് റിസീവ് 150K. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അവിടെ വളരെ ഭംഗിയായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ മറ്റ് കമ്പനികൾ ഇപ്പോൾ ഫണ്ട് ആൻഡ് നെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഫണ്ട് ആൻഡ് നെക്സ്റ്റിൻ്റെ ഇത് നോക്കാം. ഫണ്ട് ആൻഡ് നെക്സ്റ്റ് സെർച്ച് ചെയ്ത് ഫണ്ട് ആൻഡ് നെക്സ്റ്റ് വന്നിരും. ഏകദേശം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റിവ്യൂസ് എത്ര ഇത് വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ നോക്കാം. ഇവർ ഏകദേശം 24,000-ഓളം റിവ്യൂ വന്നിട്ടുണ്ട്. 5 സ്റ്റാർ 83% ഉണ്ട്. അതുപോലെ 4%, 8% ഉണ്ട്. ഓരോരുത്തരും ഓരോ ഗ്രേറ്റ് പെർഫ്യൂം, പെർഫെക്റ്റ്, പ്രൊഫഷണൽ ആൻഡ് സൂപ്പർ ഫാസ്റ്റ് പറഞ്ഞിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എപ്പോഴും ഒരു ലാസ്റ്റ് പറഞ്ഞ 1 സ്റ്റാറും 3 സ്റ്റാറും നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. അവിടെ ആയിരിക്കും നമുക്ക് എപ്പോഴും ഓരോ ഫേമിനെ കുറിച്ചുള്ള കൃത്യമായിട്ട് ഐഡിയ കിട്ടുക. നല്ല 5 സ്റ്റാർ കൊടുക്കുന്നതിനേക്കാളും കൃത്യമായിട്ട് ഐഡിയ കിട്ടുക ലാസ്റ്റ് വരുന്ന 3 സ്റ്റാർ വരെയുള്ള റേറ്റിംഗ് ആയിരിക്കും. അവിടെ എന്താണ് റോബോട്ടിക് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്,
യു ബ്ലോക്ക് മൈ അക്കൗണ്ട് 2 times ഫോർ ബിഗ് സ്കാം ഫണ്ട് ആൻഡ് നെക്സ്റ്റ് സ്കാം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇതിനകത്ത് ഓപ്പോസിറ്റ് ടീമുകളും വന്ന് കമൻസ് ഇടും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ മൈൻഡിലെടുക്കണം. എല്ലാം നെഗറ്റിവിറ്റിയും എടുക്കുക. ഇതിൽ ചില കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാകും. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത്, അപ്പോൾ അത് എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ എന്താ കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കാം. പിന്നെ IP റൂളിനെ കുറിച്ച് പറയുന്നത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അതേപോലെ തന്നെ മറ്റൊരു കമ്പനി ഫണ്ടിങ് ടിപ്സ് എടുക്കാം. ഏകദേശം 16K റിവ്യൂസ് ഉണ്ട് അവരുടേത്. ഫണ്ട് ടിപ്സിൻ്റെ സൈറ്റിലേക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 5 സ്റ്റാർ ഉണ്ട്. 5 സ്റ്റാർ ഇവിടെ കൊടുക്കും 81%, ഫണ്ട് നെക്സ്റ്റിൽ 83%ആണ് 5 സ്റ്റാർ. അത് ഏകദേശം 24,000 ക്വറീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 1 സ്റ്റാർ നോക്കാം. 1 സ്റ്റാറിലായിരിക്കും കുറച്ചുകൂടി നമുക്ക് എന്തെങ്കിലും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. കുറച്ച് സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓരോരോ കാര്യങ്ങൾ നമുക്ക് ലേറ്റ് പ്രസ് ആഫ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് കാൽക്കുലേഷൻ നോട്ട് ഫോർ ഗുഡ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ട്രസ്റ്റ് പൈലറ്റിൽ നിന്ന് കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പ് ട്രസ്റ്റ് പൈലറ്റിൽ ആ കമ്പനിയെ കുറിച്ച് നോക്കുക എന്നുള്ളത്. നമ്മൾ നേരത്തെ ഈഡൻ ഫണ്ടിനെ കുറിച്ച് നോക്കിയാൽ 8 റിവ്യൂ ആണുള്ളത്. പക്ഷേ കേരളത്തിലുള്ള ഒത്തിരി ആൾക്കാർ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് പറയാൻ ഈഡൻ ഫണ്ടിങ്ങിൻ്റെ ഇതിലേക്ക് വന്നത്. അതിനുശേഷം നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു സൈറ്റാണ് പ്രൊഫൈം മാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട്. ആ ഒരു സൈറ്റിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓരോ ഫേംസിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഫില്ല് ചെയ്യണം എന്ന് പറയുമ്പോൾ സെക്കൻഡ്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഓരോ മാച്ച് അവരുടെ ഇവിടെ ഓപ്ഷൻസ് എഴുതിയിട്ടുണ്ട്. കമ്പയർ ഫേംസും ഉണ്ട് ഓപ്ഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ ഫോറക്സിൻ്റെ ഇതാണോ വേണ്ടത്, അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സിൻ്റെ ആണോ വേണ്ടത്, സ്റ്റോക്സിൻ്റെ ആണോ വേണ്ടത്, ക്രിപ്റ്റോയുടെ ആണോ വേണ്ടത്, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ട്, അതുപോലെ തന്നെ അക്കൗണ്ട് സൈസ് വെച്ചിട്ട്, ഇപ്പോൾ എന്താ പറയുക ഫോറക്സ് വെച്ചിട്ടാണെന്ന് 25K അക്കൗണ്ട് ഉള്ളത് ഏതാണെന്ന് നോക്കുക. അതുപോലെ തന്നെ 2 സ്റ്റെപ്പ് ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ് ആണോ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിനെക്കുറിച്ചാണെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. 2 സ്റ്റെപ്പാണ് ഞാൻ മെയിനായിട്ട് നോക്കാറ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊന്ന് അടിച്ചു വെക്കാം. അതുപോലെ തന്നെ അപ്പോൾ താഴത്തേക്ക് ഒരു ഓപ്ഷൻ വരും. അതുപോലെ തന്നെ നമുക്ക് അവരുടെ ടാർഗറ്റ് എത്ര, അക്കൗണ്ട് സൈസ് 25 കൊടുത്തു. നമ്മൾ ഒരു പ്രൈസ് കമ്പാരിസൺ ഉണ്ട്. വളരെ പെട്ടെന്ന് തന്നെ പ്രൈസിൻ്റെ കമ്പാരിസൺ നമുക്ക് ഇവിടെ ഈ ഒരു സൈറ്റിൽ പ്രൊഫൈം മാച്ച് എന്ന് പറയുന്ന സൈറ്റിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എപ്പോഴാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത് അതിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട്. ലോയൽറ്റി പോയിന്റ്സ് എന്ന് പറയുന്നത് അവർക്ക് ഇവരുടെ അക്കൗണ്ട്സ് ഒക്കെ എടുത്തിട്ട് ഈ ഒരു സൈറ്റ് വഴി അക്കൗണ്ട്സ് എടുത്തിട്ട് റിവ്യൂ ഇടുന്നതിനാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവരുടെ റെഫറൽ ഉപയോഗിക്കാതെ നമ്മുടെ റെഫറൽ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർക്കായിരിക്കും നമ്മുടെ സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക അവരെക്കുറിച്ച്. പിന്നെ അതുപോലെ തന്നെ ബാലൻസ് ബേസ്ഡ് ആണോ, ഇക്വിറ്റി ബേസ്ഡ് ആണോ, സ്റ്റാറ്റിസ്റ്റിക് ആണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പെർ ലോഡിൽ എത്ര ഇത് വരുന്നു, അങ്ങനെ ഓരോരോ അവരെ പ്രോഫിറ്റ് ടാർഗറ്റ് ഡ്രോ ഡൗൺ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും, എത്ര ദിവസത്തെ പേ ഔട്ട്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സൈറ്റിൽ നിന്ന് കിട്ടും. ഈ ഒരു സൈറ്റ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സൈറ്റാണ്. നിങ്ങൾക്ക് എല്ലാ ഫേംസിനെയും കുറിച്ചുള്ള അൺലിസ്റ്റ് ചെയ്തേക്കുന്ന ഫേംസ്, ലിസ്റ്റ് ചെയ്യുന്ന ഫേംസ്, ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്ന ഫേംസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഏറ്റവും ആത്യന്തികമായിട്ട് വേണ്ടത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പേ ഔട്ട് എന്ന് പറയുന്ന സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പേ ഔട്ട് കിട്ടുന്ന ഫേംസ് എത്രത്തോളം പേ ഔട്ട് കൊടുക്കുന്നുണ്ട്, ആ പേ ഔട്ടിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണ്, അത് തന്നെ പറയാം. പേ ഔട്ട് ജംഗ്ഷൻ എന്നാണ് ഈ ഒരു സൈറ്റിൻ്റെ പേര്. ഈ ഒരു സൈറ്റിൽ ഒന്നില്ലെങ്കിൽ കമ്പനികൾ ഓട്ടോമാറ്റിക് ആഡ് ആക്കണം, അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണുള്ളത്. അങ്ങനെ ആഡ് ആക്കുന്ന ഒട്ടുമിക്ക കമ്പനികളും ഉണ്ട്. പക്ഷേ പല കമ്പനികളും ഇതിനകത്ത് രജിസ്റ്റേർഡ് ആയിട്ട് കാണുന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരുവിധം ഫേമസ് ഫണ്ട് നെക്സ്റ്റ് ഉണ്ട്, ഫയേഴ്സ് ഉണ്ട്, ഫിക്സ് ഉണ്ട്, ആൽഫ ക്യാപിറ്റൽ ഉണ്ട്, E8 ഉണ്ട്, അങ്ങനെ കുറേ നല്ല കമ്പനികളുണ്ട്. അത് തന്നെ നമുക്കിവിടെ 24 hours കൊടുത്തേക്കുന്ന പേ ഔട്ട്. അപ്പോൾ ഇതിനോട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ക്രിപ്റ്റോ വഴിയുള്ള പേയ്മെൻറ്റ് അപ്ഡേറ്റ് ഉണ്ടാവില്ല. ഫയേഴ്സ് കൊടുക്കുന്നത് കാർഡ് ടു പേയ്മെൻറ്റ്, വയർ ട്രാൻസ്ഫർ ഇതിലൊന്നും അപ്ഡേറ്റ് ആവില്ല. മറ്റ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ത്രൂ കൊടുക്കുന്നത്, അങ്ങനെയുള്ളൊരു കാര്യം ഇതിനകത്ത് അപ്ഡേറ്റ് ആകാം. റൈസ് വഴി കൊടുക്കുന്ന പേ ഔട്ടിൻ്റെ കാര്യം മാത്രമാണ് ഇതിനകത്ത് അനാലിസിസിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല നല്ല ഫേംസും തൊട്ട് താഴെയായിട്ടുണ്ടാകും, പല ഫേംസും മുകളിലും വരാം. അപ്പോൾ നമുക്ക് പക്ഷേ ഒരു ചെറിയൊരു അവയർനെസ് കിട്ടും. പുതിയൊരു ഫേംസൊക്കെ വരുമ്പോൾ ഏതൊക്കെ ഫേംസാണ് ഇതൊരു പേ ഔട്ടിൽ കുറച്ചുകൂടി അഗ്രസീവായിട്ട് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യം നോക്കാം. ഇപ്പോൾ 24 മണിക്കൂറിൽ ഫണ്ട് നെക്സ്റ്റ് ആണ് ഏകദേശം കൊടുത്തേക്കുന്നത്. ടോട്ടൽ പേ ഔട്ട് എത്ര USD കൊടുത്തു, 1,58,000 അടുത്ത് ഡോളർ കൊടുത്തു. എത്ര പേ ഔട്ട് നമ്പർ കൊടുത്തു, 66 പേ ഔട്ട് റൈസ് വഴി കൊടുത്തു. അത് ശ്രദ്ധിക്കണം, റൈസ് വഴിയുള്ള പേ ഔട്ട് മാത്രമാണ്. അതുപോലെ തന്നെ ലാർജ് സിംഗിളായിട്ടുള്ള പേ ഔട്ട് കൊടുത്തത്. ആവറേജ് പേ ഔട്ട് എന്ന് പറയുന്നത് 2003. ലേറ്റസ്റ്റ് പേ ഔട്ട് 43 മിനിറ്റിനുള്ളിലാണ്, 24 hours 43 മിനിറ്റിനുള്ളിലാണ് അക്വ ഫണ്ട് കൊടുത്തേക്കുന്നത്. അത് നമ്മൾ ലാസ്റ്റ് 7 days എടുക്കുക.
7 ഡേയ്സിൽ മൈ ഫണ്ടഡ് ഫ്യൂച്ചറാണ് അത്യാവശ്യം ഫസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. ഇവർ മെയിനായിട്ട് റൈസാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. 5 ഇയേഴ്സ് മെയിനായിട്ട് കാർഡ് വഴിയുള്ള വിസ കാർഡ്, മാസ്റ്റർ കാർഡ്, അങ്ങനെ കാർഡ് വഴിയുള്ള പേയ്മെൻറ്റ്, ഡെബിറ്റ് കാർഡ് വഴി കൊടുക്കും. അതുപോലെ തന്നെ വയർ ട്രാൻസ്ഫർ ഉണ്ട്, ക്രിപ്റ്റോ ഉണ്ട്. അപ്പോൾ ഓരോ കമ്പനികളും താഴേക്ക് ആയിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ കമ്പനികൾ ഇങ്ങോട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇതിനകത്ത് വരുള്ളൂ. ഇതൊരു ഉപകാരപ്പെടുന്ന ഒരു സൈറ്റാണ്. 30 ഡേയ്സ് എപ്പോഴും എടുക്കുമ്പോൾ പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 30 ഡേയ്സ് എടുക്കാം. ട്രേഡിഫൈ എന്ന് പറയുന്നൊരു പുതിയൊരു കമ്പനിയാണ്, ഫ്യൂച്ചറിൻ്റെ കമ്പനിയാണ്. അപ്പോൾ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം പുതിയ കമ്പനികളിലേക്ക് പോവുക. എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് പഴയ കമ്പനികളായിരിക്കണം. അതുപോലെ തന്നെ എപ്പോഴെപ്പോഴും പെട്ടെന്നൊന്നും ചേഞ്ചസ് വരുത്താത്ത കാര്യങ്ങളും റൂൾസൊക്കെ ഡെയിലി ചേഞ്ച് ചെയ്തുന്ന ഫേംസ് ഉണ്ട്. അതിലൊരു ഫേമാണ് ഫണ്ടിങ് പിപ്സ്. അത് വളരെ ശ്രദ്ധിക്കണം. ഫണ്ടിങ് പിപ്സ് ഓരോ ദിവസവും ചേഞ്ചസും. അതുപോലെ തന്നെ ആക്സെൻഡെക്സ് ഇതുപോലെ തന്നെ റൂൾസ് ചേഞ്ച് ആകുന്ന ഒരു കമ്പനിയാണ്. പെട്ടെന്ന് നമ്മൾ അറിയാതെ തന്നെ മാറ്റാത്ത കുറച്ച് കമ്പനികൾ എന്ന് പറയുന്നത് മൈ ഫണ്ടഡ് ഫ്യൂച്ചറും അതുപോലെ തന്നെ ഫണ്ട് ആൻഡ് നെക്സ്റ്റും ഫയേഴ്സും അങ്ങനെയുള്ള കമ്പനി ഇതൊക്കെയാണ്. അങ്ങനെ പെട്ടെന്ന് റൂൾസ് ഒന്നും ചേഞ്ച് ചെയ്യാത്തത്. അതുപോലെ തന്നെ ഒരു പ്രൊഫൈം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, ട്രസ്റ്റ് പൈലറ്റിൽ നോക്കുക. അതുപോലെ തന്നെ പ്രൊഫൈം മാച്ചിൽ അവരുടെ റിവ്യൂവും അതിൻ്റെ സൈസും മറ്റ് കമ്പനികളായിട്ട് കമ്പാരിസൺ നടത്തുക. പേ ഔട്ട് ജംഗ്ഷനിൽ നമുക്കൊരു 60% മാത്രമേ അപ്ഡേഷൻ ഇതിനകത്ത് കിട്ടുള്ളൂ. ക്രിപ്റ്റോ വഴിയുള്ള പേയ്മെൻറ്റ്സ് ഒന്നും ഇതിൽ അപ്ഡേറ്റ് അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രൊഫൈം തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ചൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പ്രത്യേകിച്ച് ബുക്ക് മാപ്പ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. ബുക്ക് മാപ്പിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി ഒക്കെ എടുത്തതിന് ശേഷം, ഇവിടെയൊക്കെ നോക്കിയറിയാം, ലിക്വിഡിറ്റി ഒക്കെ എടുത്തതിന് ശേഷം പെട്ടെന്നുള്ള മൂവ്മെൻറ്റ്സ് ആയിരിക്കും വരിക. അപ്പോൾ അതൊക്കെ ഓരോ ഫേമിനും ഇത്ര മിനിറ്റ് ഹോൾഡിംഗ് വേണം എന്നുള്ളൊരു നിബന്ധനയാണ്. ഇപ്പോൾ ആൽഫ ക്യാപിറ്റലാണെങ്കിൽ 2 മിനിറ്റ്, അസെൻഡെക്സ് ആണെങ്കിൽ 3 മിനിറ്റ്സ്, അങ്ങനെ മിക്ക കമ്പനികൾക്ക് അങ്ങനെ ഒരു റൂൾസ് ഉണ്ട്. അപ്പോൾ ആ റൂൾസ് നമ്മുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച്, അതുപോലെ തന്നെ വീക്ക്ലി ഹോൾഡിംഗ് ഉള്ള കമ്പനി, ചിലർ സിങ്ക് ട്രേഡിംഗ് ആയിരിക്കും. അപ്പം നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണെന്നതും കൂടി Sweep BTC USDT sellers at 98,020. അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതിനുശേഷമായിരിക്കണം നമുക്ക് പ്ലാനുകൾ ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഡെയിലി ഡ്രോ ഡൗൺ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒരു KYC ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നല്ലെങ്കിൽ പാസ്പോർട്ട് വെച്ചിട്ട് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ആധാർ കാർഡ് വെച്ചിട്ട് ഫില്ല് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് ചെയ്യുന്നത് നമ്മുടെ പലരുടെയും റിജക്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് Sweep BTC USDT sellers at 98,044. കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ മിക്കപ്പോഴും കണ്ടുവരുന്നുണ്ട് അത് കിട്ടാനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആധാർ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ പാസ്പോർട്ട് വെച്ചിട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് ആരും ഇല്ല എന്ന് നമ്മുടെ KYC ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ സെൽഫി ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ മൈക്കിൻ്റെ ആക്സസും മറ്റു കാര്യങ്ങളും എടുക്കുന്നുണ്ട്. നിങ്ങൾ മറ്റൊരാളെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നറിഞ്ഞാൽ അവർ അക്കൗണ്ട് തരുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ ഫിപ്സ് പോലുള്ള കമ്പനികളൊക്കെ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന കമ്പനികളാണ്. ഫണ്ട് നെക്സ്റ്റ് അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇവരെല്ലാം മൈക്ക് ആക്സസ് എല്ലാവരെയും KYC ഫില്ല് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ സെൽഫി എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ സഹായത്താലാണ് നമ്മൾ അക്കൗണ്ട് പാസ്സായി എന്നുള്ള ധാരണ വരും. അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ അടുത്തുള്ള ലൊക്കേഷൻസ് എവിടെ വെച്ചാണോ അക്കൗണ്ട്സ് എടുക്കുന്നത്, അല്ലെങ്കിൽ ട്രേഡ് ഏറ്റവും കൂടുതൽ എടുക്കുന്ന IP ഉള്ളത്, ആ ഒരു ലൊക്കേഷൻസിൽ മാത്രം എടുക്കുക. നമ്മൾ ഇന്ത്യയിൽ ഇരുന്ന് അക്കൗണ്ട് എടുത്തിട്ട് പാസ്സാകുമ്പോൾ ദുബായിൽ ഇരുന്നിട്ട് KYC ഫില്ല് ചെയ്യാൻ, സെൽഫി ഫില്ല് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ അക്കൗണ്ട് ഫെയിൽ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പേ ഔട്ട് കിട്ടുന്ന കമ്പനികളെ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസും നല്ല ട്രസ്റ്റ് ആയിട്ടുള്ള കമ്പനികളെ തിരഞ്ഞെടുക്കാനും, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു പരിധിവരെയും നിങ്ങൾക്ക് പേ ഔട്ട് റിജക്ഷൻ ഇല്ലാതെ നോക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ കൂടുതൽ വീഡിയോസുമായി ന്യൂ ഇയറിൽ നമുക്ക് ഏറ്റവും നല്ല പ്രൊഫൈം ഏതാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോ നമ്മൾ അടുത്ത തന്നെ ദിവസങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്.